അയ്യോ, എന്റെ പൊന്നു, എന്താ ഇത്? ലൈറ്റും പുകയൊക്കെ അവിടുന്ന് വരുന്നുണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ സംഭവിക്കുന്നത്? യാതൊരു കാരണത്താലും സ്തംഭന ദ്രവ്യം പ്രയോഗിച്ചതിന് ശേഷം നീ അവളുടെ ദേഹത്ത് സ്പർശിക്കാൻ പാടില്ല. സ്പർശിച്ചാൽ നാഗമാണിക്യത്തിന്റെ ശക്തി പ്രഭാവം ഉണ്ടാകും. നീ നാഗറാണിയാണോ? എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിടണേ. ഞങ്ങൾ നാഗങ്ങൾ ആരെയും ഉപദ്രവിക്കാറില്ല. ഭക്തിപൂർവം ഞങ്ങളെ പ്രാർത്ഥിക്കുന്നവർക്ക് ശക്തി നൽകാൻ വേണ്ടി ഞങ്ങളുടെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ശക്തി പോലും നിങ്ങൾക്ക് തരുന്നവരാണ്. നിങ്ങൾക്കുള്ള ദോഷങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പേറി നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി സ്വയം നരകത്തിലേക്ക് പോകാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ദോഷങ്ങൾക്ക് പരിഹാരം കാണാനാണ്. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം തരുന്നതിനാണ്. നിങ്ങള് നല്ലവരല്ലേ, അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചേക്കോ. എന്നെ വെറുതെ വിടൂ. ഞാൻ ഇനി ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കാൻ വരില്ല. എന്നോട് ക്ഷമിക്കണം. ഇല്ല, നീയൊന്നും ക്ഷമ അർഹിക്കുന്നേയില്ല. നിന്നെ പോലുള്ളവരെ വെറുതെ വിട്ടുകഴിഞ്ഞാ നാഗലോകത്തിന് തന്നെ അത് നാശമാണ്. നാഗകുലം തന്നെ ഇല്ലാതായി പോകും. നിന്നെ പോലെയുള്ള ദുഷ്ടരെ നിഗ്രഹിക്കുക എന്നതാണ് എന്റെ കടമ. ഗുരുക്കളെ, ഇനിയിപ്പോ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ? കാശീര മന്ത്രം പ്രയോഗിച്ചുകൊണ്ട് നാഗറാണിയെ കൊലപ്പെടുത്താൻ പോവുകയാണ്. ജ്വാലമാലിനിയെ പ്രാർത്ഥിച്ച് ശൂന്യതയിൽ നിന്ന് ആയുധങ്ങൾ സൃഷ്ടിച്ച് അതുപയോഗിച്ച നാഗറാണിയുടെ വയറ് കീറി അതിൽ നിന്ന് നാഗമാണിക്യം പുറത്തെടുക്കും. ദിഗ്വിജയ, നിന്റെ മരുമകളെയും കാണുന്നില്ല, നമ്മുടെ ദണ്ഡപാണിയും കാണുന്നില്ല.
എങ്ങോട്ട് പോയി? അത് ശരിയാണല്ലോ. ഇനിയിപ്പോ അവൻ അവളെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നാണോ? വന്നിട്ടുണ്ട്. എന്റെ സുപ്തശക്തി പറയുന്നത് നാഗറാണി ഈ പ്രദേശത്തു കൂടെ സഞ്ചരിച്ചു എന്നാണ്. ദേ അങ്ങോട്ട് നോക്ക്. ദണ്ഡമണി, മരിച്ചുപോയി അവൻ. നാഗറാണിയുടെ വിഷം തീണ്ടി ഇവന് ഘോര മരണം സംഭവിച്ചിരിക്കുന്നു. തായി ജ്വാലമാലിനിയുടെ രക്ഷാകവചമുണ്ടായിട്ടും ഇവന് മരണം സംഭവിച്ചതെങ്ങനെയാ? ഇവന്റെ പ്രാണൻ പോയതെങ്ങനെയാണ്? ഉത്തരം തരൂ ജ്വാലമാലിനി തായേ, ഉത്തരം തരൂ. തെറ്റു സംഭവിച്ചു. ഞാൻ പറഞ്ഞതനുസരിക്കാതെ അവളുടെ ശരീരത്തിൽ സ്പർശിച്ച് ധിക്കാരം കാട്ടിയത് കൊണ്ടാണ് ഇവൻ ഈ സ്ഥിതി വന്നു ചേർന്നത്. സ്തംഭന ദ്രവ്യം പ്രയോഗിച്ചതിന് ശേഷം നാഗറാണിയുടെ ശരീരത്തിൽ സ്പർശിക്കരുതെന്ന നിർദ്ദേശം ഉണ്ടായിട്ട് കൂടി ഇവൻ ആ നിർദ്ദേശം ലംഘിച്ചു. ഗുരുക്കളെ, അങ്ങനെയാണെങ്കിൽ അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞു. അവൾ ഇവനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഇവൻ എല്ലാ രഹസ്യവും പറഞ്ഞു കാണൂ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് നാഗമാണിക്യം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതും മാത്രമല്ല, ഞാൻ ധനഞ്ജയന്റെ രൂപത്തിലുള്ള ദിഗ്വിജയനാണെന്ന് അവക്ക് മനസ്സിലായി കാണൂ. അവനോട് തന്നെ ചോദിച്ചു നോക്ക്. ഇടോ, മരിച്ചു കിടക്കുന്നവനോട് എന്ത് ചോദ്യം ചോദിക്കാനാ? ഉത്തരം ലഭിക്കും. തായി ജ്വാലമാലിനിയുടെ ആശീർവാദമുണ്ടെങ്കിൽ ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട്. ഓം ജ്വാലമാലിനിയെ നമഃ. മൃതാത്മ ആവാഹയാമി. പറയൂ ആത്മാവേ, ഇവിടെ സംഭവിച്ചതെന്തായിരുന്നു? നീ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചതെന്തിനാണ്? നാഗറാണി നിന്നോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തെല്ലാം? ആ ഘനഘോര നാഗറാണി എവിടെ പോയി? ഉത്തരം പറയൂ. എന്തു പറ്റി സ്വാമിജി? ആത്മാവിന് പോലും ഭയം. ദേഹം നഷ്ടപ്പെട്ടാൽ ആത്മാവ് പിന്നെ ഭയപ്പെടുകയില്ല. ഈ ആത്മാവിങ്ങനെ നടുങ്ങുന്നുവെങ്കിൽ എന്തോ ഘനഘോര സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗുരുക്കളെ, മരണം മരണം നമ്മുടെ തൊട്ടു പിന്നാലെ ഒരു നിഴൽ പോലെയുണ്ട്. ആ കരിനിഴൽ എപ്പോ വേണമെങ്കിലും നാഗറാണിയുടെ പ്രതികാരമായി മാറി നമ്മുടെ മേൽ പതിച്ചേക്കും. നിങ്ങൾ ഈ പൂജയില് ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്തെല്ലാം അനർത്ഥങ്ങളാ ഉണ്ടാകുന്നത് നോക്കൂ. അതിന് എന്തനർത്ഥമാണ് ഉണ്ടായത്? അല്ല, കുറച്ച് താമസിച്ചു പോയെന്നല്ലേ ഉള്ളൂ. താമസിക്കുന്നത് തന്നെ അനർത്ഥമല്ലേ? സമയത്തിനുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പാല് പോലും കേടായി പോവില്ലേ? തൃശൂൽ, എനിക്കെന്ത് പേടിയാവുന്ന മോനെ. നീ അവളെ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്, പക്ഷെ വിളിച്ചിട്ട് കിട്ടണ്ടേ? നോക്കി നിൽക്കാതെ കൊച്ചു മുതലാളി ഒന്ന് വിളിച്ചു ചോദിക്ക.
ഗുരുക്കളെ, വീട്ടിൽ നിന്ന് ഫോൺ വിളിയോട് ഫോൺ വിളിയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എത്തും പിടിയും കിട്ടുന്നില്ല. ഇവനെ കൊന്നിട്ടവൾ അങ്ങോട്ട് പോയി കാണുമോ? അവൾ അങ്ങോട്ട് എന്തിനു പോണം? ഓം ജ്വാലമാലിന്യേ നമഃ. ജ്വാലമാലിനി ഉത്തരം നൽകുന്നില്ല. ഇവനെന്തിനാ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? നീ ആദ്യം തന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയണം. അതിന് നീ സംസാരിച്ചേ മതിയാകൂ. അതിനുശേഷം മുന്നോട്ടുള്ള വഴി നമുക്ക് ആലോചിക്കാം. ഗുരുക്കളെ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അവളിനി ഇവിടെ എവിടെയോ ഉണ്ട് ആ പ്രതികാരദാഹി നാഗറാണി. പ്രതികാരം ചെയ്യാതെ അവൾ ഈ ലോകം വിട്ടു പോവുകയില്ല. അടുത്ത ബലിക്കായി അവൾ തയ്യാറാവുകയാണ്. അടുത്ത ബലി ആരായിരിക്കും? എന്തൊക്കെയാ ചേട്ടാ ഇത്? കൊച്ചു മുതലാളി ഫോൺ എടുക്കുന്നില്ലല്ലോ, ശിവാനിയും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ശിവാനി, ശിവാനി, എന്താ ഇത് ശിവാനി? ശിവാനി, എന്താ പറ്റിയ മോളെ? എല്ലാത്തിനും ഉത്തരവുണ്ട്. എന്താ ഉണ്ടായെന്ന് പറ മോളെ. എന്താ നീ അമ്പലത്തിലേക്ക് ഇങ്ങനെ വന്നിരിക്കണത്? എന്ത് വേഷ ഇത്? ഇതാണ് എന്റെ അവസാനത്തെ വേഷം. എത്രയും പെട്ടെന്ന് അഴിച്ചു വെക്കേണ്ട വേഷം. നിനക്ക് എല്ലാത്തിനുള്ള ഉത്തരം വേണ്ടേ? എന്റെ കൂടെ വാ. ഗുരുക്കളെ, സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ഈ ദണ്ഡപാണി ഒന്നാമതേ ഒരു വിടുവായനാണ്. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിനും ഇല്ലാത്ത ചോദ്യത്തിനുമൊക്കെ വെറുതെ ഉത്തരം കൊടുക്കുന്നയാളാ ഈ വൃത്തികെട്ടവൻ. ആ പ്രതികാര നാഗറാണി ഇവനെ എന്തായാലും വെറുതെ വിട്ട് കാണില്ല. എല്ലാ സത്യങ്ങളും ഇവനെ കൊണ്ട് പറയിച്ചിട്ടായിരിക്കും കൊന്നുകളഞ്ഞത്. ഇവനാണെങ്കിൽ പേടിച്ചിട്ടെല്ലാം വിളിച്ച് പറഞ്ഞും കാണും. അപ്പോ ഈ നാഗറാണി എല്ലായിടത്തും നമ്മളെ തേടി നടക്കുകയാണല്ലേ? ഒരുപക്ഷെ അവളൊരു മുന്നറിയിപ്പുമില്ലാതെ നമ്മുടെ മുന്നിലേക്ക് വന്നാ നമ്മൾ എന്താ ചെയ്യാ? ഈ നാഗറാണി എങ്ങാനും നമ്മളെ കൊല്ലാൻ വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സ്വാമിജി? ഇല്ല. പ്രതികാരദാഹിയായി വരുന്ന നാഗറാണി സഹസ്രകോടി ശക്തികളുടെ കേന്ദ്ര രൂപിണിയായിരിക്കും. കൊടുങ്കാറ്റിനേക്കാൾ വേഗതയുണ്ടാകും അവൾക്ക്. സ്ഫോടനത്തിന് തയ്യാറായി നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെ ആയിരിക്കും അവൾ. അങ്ങനെയാണെങ്കിൽ അവളിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക? മനസ്സിലാകുന്നില്ല. സങ്കട സമയത്ത് എന്നെ സഹായിക്കാറുള്ള ജ്വാലമാലിനി തായ് പോലും മൗനം പാലിക്കുകയാണ്. കാറിലാരോ വന്നെന്ന് തോന്നുന്നു. അത് നമ്മുടെ കാറിന്റെ ശബ്ദം. അവള് തൃശൂലിനെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നെങ്കിൽ ഈ ദണ്ഡപാണി എന്തെല്ലാം അവളോട് പറഞ്ഞു കാണുമോ ആ കാര്യങ്ങളെല്ലാം അവൾ ഉറപ്പായിട്ടും തൃശൂലിനോടും പറഞ്ഞു കാണുമായിരിക്കും. എന്ത് ചെയ്യും നമ്മളിപ്പോ? വേഗം ഇവിടുന്ന് പോകാം നമുക്ക്. വൈരാഗ്യത്തിന്റെ മൂർത്തിഭാവമായ നാഗറാണിയുടെ മുന്നിൽപ്പെട്ടാൽ നമ്മുടെ മരണം ഉറപ്പായും സംഭവിക്കും. ദിഗ്വിജയ, നീ വേഗം തിരിച്ചു പോകണം. ഇവൻ എന്ത് സംഭവിച്ചുവെന്ന് അവളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നീ. എങ്കിലേ മുന്നോട്ടുള്ള വഴി വ്യക്തമാകൂ. ശരി ഗുരുക്കളെ,
അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് സ്ഥിരം കാണുന്നിടത്ത് വെച്ച് തന്നെ കാണാം. ആ വഴിയല്ല, ഈ വഴി എന്നോടൊപ്പം വരൂ, വേഗം. ശൈലു എന്താ ഇവിടെ? എന്നെ എന്തിനാ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നേ? നിന്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അത് അവിടെ ഉണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയാ പൂജ നടത്താൻ വേണ്ടി ഇവിടെ വന്നത്. ഇപ്പൊ ഈ പൂജ തന്നെ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. എന്റെ ചേച്ചി, ഞാൻ തമാശ പറഞ്ഞതല്ല, ഇപ്പൊ നടക്കുന്ന കാര്യം പറഞ്ഞത്. ഗോവിന്ദ, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഇപ്പഴെന്റെ തല ചൂടായിരിക്കേ. ആ, എനിക്കിപ്പോ അങ്ങനെ തന്നെയാ. എന്റെ തലം ചൂടായിരിക്കാം. ഇപ്പൊ നിങ്ങൾ ആരും ഇല്ലാതെ ഞാൻ ഈ കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പട്ടാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയാനെ. ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. എനിക്കെന്തോ അവർക്ക് രണ്ടുപേർക്കിടയിൽ ഗുരുതരമായ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. അല്ല, ഇവിടെ ഇപ്പൊ ശിവാനി കലശം കൊണ്ടുവരാൻ വേണ്ടി വീട്ടിലേക്ക് പോയതല്ലേ? പിന്നെ ഇവനെന്തിനാ ശിവാനി ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചോണ്ടിരുന്നത്? എനിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കലശം കൊണ്ടുവരാമെന്ന് പറഞ്ഞ അവള് വീട്ടിലേക്ക് പോയതല്ലേ? അതിന്റെ ഇടയ്ക്ക് അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? മധു, അങ്ങനെ ഒന്നും സംഭവിച്ചു കാണില്ല. അവള് വീട്ടിലേക്ക് വരട്ടെ, നമുക്ക് ചോദിക്കാം. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ ഉണ്ടാവുന്നത്. ഇതിനെന്തായാലും ഒരു അവസാനം ഉണ്ടായേ പറ്റൂ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ശൈലു എന്താ ഉണ്ടായേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് അച്ഛന്റെ ഫ്രണ്ടാണ്, ദണ്ഡപാണി. ഇയാൾക്ക് എന്താ പറ്റിയേ? ആരാ ഇയാളെ കൊന്നത്? സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊല്ലുന്നതാണെങ്കിലാണത് കൊല. അത് ദൈവിക കാര്യത്തിനാണെങ്കിൽ കൊലയല്ല, അവർക്കുള്ള ശിക്ഷയാണ്. ഇത് കൊലയാണെങ്കിൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായി അവതാരമെടുത്തു വരുന്ന എല്ലാ ദേവന്മാരും ദേവികളും ചെയ്യുന്നത് കൊല തന്നെയല്ലേ തൃശൂർ? ശൈലു, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ദണ്ഡപാണി ഇയാള് നല്ലൊരു മനുഷ്യനാ. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഇയാള് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പാവം, വളരെ നല്ലൊരു മനുഷ്യനായത്. ഇദ്ദേഹം ഇങ്ങനെ മരിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നില്ല. എല്ലാവരെയും നല്ല രീതിയിൽ നോക്കുന്ന ആളായിരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തൊരു മനുഷ്യനായത്. ആ, നല്ലവനാ, വളരെ നല്ലവനാ. അത്ര നല്ലവനായതുകൊണ്ടാണല്ലോ ഞാൻ അമ്പലത്തിലേക്ക് വരുന്ന വഴി കാറിന്റെ ടയർ പഞ്ചറായിട്ട് വഴിയിൽ നിന്നോണ്ടിരുന്നപ്പോ എന്നെ അമ്പലത്തിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നിന്റെ അച്ഛന്റെ കൂട്ടുകാരനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ അവനെ വിശ്വസിച്ച് ഞാൻ കൂടെ വന്നത്. എന്നാ കാറ് വേറെ വഴിയിലാ പോയത്. എന്താ ഇങ്ങനെ വരുന്നേ ചോദിച്ചപ്പോ അത് ഷോർട്ട് കട്ടാണ്, ഈ വഴി കുറച്ചു പോയാ പിന്നെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ, ഇങ്ങനെ പോയാൽ അമ്പലത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇയാളെ വിശ്വസിച്ച് ഞാൻ ഇതിനകത്ത് കയറിയപ്പോഴേക്കും ആളുടെ സ്വഭാവമൊക്കെ മൊത്തത്തിലങ്ങ് മാറി. ഞാൻ ശിവാനിയാണെന്ന് കരുതി എന്നോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഞാൻ ശിവാനിയല്ല, ശൈലു ആണ്, എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും അതൊന്നും അവൻ കേട്ടതായി പോലും ഭാവിച്ചില്ല. ഒന്നും ചെയ്യരുത്, എനിക്ക് പൂജയ്ക്ക് പോകേണ്ടതാണ്, വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും അവന്റെ മനസ്സലിഞ്ഞില്ല. അവസാനം അവന്റെ കാല് പിടിക്കാൻ ഞാൻ പോയപ്പോഴേക്കും അവൻ എന്തോ ചെയ്തു എന്നെ. എന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഇവൻ ഒരു രാക്ഷസനെ പോലെ എന്റെ മുന്നിൽ പെരുമാറിയത്.